ഈ വർഷത്തെ മോളിവുഡിൻ്റെ ഓണം റിലീസുകളുടെ പ്രീ ബുക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് ആരംഭിച്ചത്. അതിൽ പ്രത്യേകിച്ചും ലോകയുടെയും അതുപോലെ ഹൃദയപൂർവ്വത്തിൻ്റെയും ബുക്കിംഗ് ഒരേ സമയമാണ് ആരംഭിച്ചത്. അപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഇപ്പോൾ ലാലേട്ടൻ്റെ ഒരു തീരെ ഹൈപ്പില്ലാത്ത ഒരു പക്ക ഫാമിലി പടമാണ്. കാരണം സത്യൻ അന്തിക്കാടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. നോർമലി നമുക്കറിയാം ഒരു ഫീൽ ഗുഡ് എൻ്റർടൈനർ ആയിരിക്കും സത്യൻ അന്തിക്കാടിൻ്റെ പടം എന്നൊക്കെ പറയുന്ന സമയത്ത്. അതേസമയം ലോകയാണെങ്കിൽ ഇപ്പോൾ ട്രെയിലറൊക്കെ റിലീസായി, സമയം നല്ല ഹൈപ്പുണ്ട്. പ്രത്യേകിച്ച് ഒരു എന്താ പറയുക സിനിമാറ്റിക് യൂണിവേഴ്സിലെ ഫസ്റ്റ് സിനിമയാണ്, ഒരു എന്താ പറയുക ഒരു സൂപ്പർ ഹീറോ പടമാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു ഹൈപ്പ് യൂത്തിൻ്റെ ഇടയിലുണ്ട്. ഇപ്പോൾ ദുൽഖറിൻ്റെയും ടോവിനോയുടെയൊക്കെ ഗസ്റ്റ് റോൾ, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ഇപ്പോൾ പൊതുവെ യൂത്തിന് താല്പര്യമുള്ള സിനിമയാണ്. അപ്പോൾ എല്ലാവരും കരുതിയിരുന്ന ലോകയായിരിക്കും ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ എടുക്കുക എന്നൊക്കെയുള്ളതാണ്. പക്ഷേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം വളരെയധികം ബുക്കിങ്ങിൽ മുന്നേറുകയാണ്. പ്രത്യേകിച്ച് ട്രെയിലർ പോലും റിലീസായിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ലാലേട്ടൻ്റെ ഒരു സ്റ്റാർഡത്തിൻ്റെ പേരിൽ പ്രീ ബുക്കിങ്ങിൽ ഹൃദയപൂർവ്വം വളരെ മുന്നേറുകയാണ്. ഏതാണ്ട് 50 ലക്ഷം കടന്ന് ആദ്യ ദിനം തന്നെ പ്രീ ബുക്കിംഗ് മുന്നേറുന്ന ഒരു കാഴ്ചയാണ്. BMSലാണെങ്കിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരെ വന്നു. ലോക ഇതുവരെ ട്രെൻഡിങ്ങിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു പ്രൊമോഷൻ പരിപാടിക്കായി വന്നാൽ മാത്രമേ ബുക്കിംഗ് കയറാൻ സാധ്യതയുള്ളൂ. അതർവൈസ് പടത്തിന് റിപ്പോർട്ട് വരേണ്ടി വരും. അപ്പോൾ എന്തായാലും ഓണം റിലീസുകളുടെ കൂട്ടത്തിലൊരു മത്സരം ഈ പ്രീ ബുക്കിങ്ങിൻ്റെ ആദ്യ ദിനം തന്നെ ആരംഭിച്ചു എന്നുള്ളതൊരു രസകരമായ കാര്യമാണ്.